ഹിജാബ് ധരിക്കാൻ കുട്ടിക്ക് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ? എന്താണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്? നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ്, ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ്, എല്ലാവരും ഈക്വൽ ആണ്, ഒരു ഈക്വൽ ആയിട്ട് തന്നെ പഠിച്ചോട്ടെ. കുട്ടിയുടെ ആവശ്യമില്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ലേ അത്? ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുള്ള സത്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾക്ക് എന്താണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനോട് എന്താണ് പറയാനുള്ളത്? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനോട് എന്താ പറയാനുള്ളത്? ഇന്നലെ സ്കൂൾ മാനേജ്മെന്റും പേരന്റും തമ്മിൽ ഒന്ന് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യാവോ പ്ലീസ്? ഇന്നലെ സ്കൂൾ മാനേജ്മെന്റും പേരന്റും തമ്മിൽ ഏകദേശം അമിക്കബിളി സെറ്റിലായ ഒരു സബ്ജക്റ്റിലാണ് വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള വിഷയം എങ്ങനെ മനോഹരമായി പരിഹരിക്കാമോ ആ രീതിയിൽ അത് മനോഹരമായി പരിഹരിക്കുന്ന ഒത്തുതീർപ്പാകുന്ന ഒരു സമയത്ത് കുഞ്ഞിൻ്റെ പിതാവ് തന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി, എനിക്ക് സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ താല്പര്യമില്ല, ഞാൻ ഈ സ്കൂളിൽ എൻ്റെ കുഞ്ഞിനെ തുടർന്നും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സോ ഞാൻ എൻ്റെ കുഞ്ഞ് ഇനി വർഗീയത ആളിക്കത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് വർഗീയത ആളിക്കത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം ഓപ്പണായി പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് പബ്ലിക്കായിട്ട് ഒരു നോട്ടീസോ ഡിറക്ഷനോ ഓർഡറോ ഇന്നലെ വരെ നൽകാതെ ഇന്ന് രാവിലെ 9:15 ഇത്തരത്തിലൊരു നോട്ടീസ് കം ഓർഡർ നമുക്കിവിടെ മാനേജ്മെന്റിന് റിസീവ് ചെയ്യുന്നത്. ആൻഡ് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധികളും കർണാടക ഹൈക്കോടതിയുടെ വിധികളും പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിൻ്റെത്. കാരണം അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ്. ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. ഈ കുട്ടി 7th, 8th, 10th ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെന്റിന് അവൈലബിൾ ആണ്.